ലുലു ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ആരോഗ്യ മേഖല സംബന്ധിച്ച അവബോധം എന്നത് ചെറിയ കാര്യമല്ല. പ്രവാസ ജീവിതത്തെ സംബന്ധിച്ച് വളരെ അനിവാര്യം തന്നെയാണ് ആരോഗ്യ മേഖലയെ അടുത്തറിയുക എന്നത്. പുറം ജീവിതത്തിൽ നാം ബഹളമയമായ രീതിയിലാണ് ജീവിക്കുന്നത്. നമ്മുടെ കുട്ടികൾ, സ്ത്രീകൾ, പ്രായമേറിയവർ ഇവരൊക്കെ എത്രത്തോളം ആരോഗ്യ മേഖലയെ അറിയുന്നുണ്ട് എന്നത് പലപ്പോഴും ആലോചിക്കാറില്ല. പ്രവാസ ജീവിതങ്ങൾ പൊതുവെ അസുഖം വരുമ്പോൾ ചികിത്സ തേടാൻ നാട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. ഗൾഫിലെ പ്രവാസി മലയാളികൾക്കിടയിൽ ആരോഗ്യ മാസികകളിലെയും ടെലിവിഷൻ, റേഡിയോ പ്രോഗ്രാമുകളിലെയും ആരോഗ്യ മേഖല സംബന്ധിച്ച അറിവുകൾ ഏറെ ശ്രദ്ധേയമാണ്. എന്നാൽ അതൊക്കെ നമുക്കല്ല, മറ്റുള്ളവർക്കാണ് എന്ന തോന്നലിൽ പലതും തള്ളിക്കളയുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ അതല്ല, അറിയാൻ ആരോഗ്യ മേഖലയിലെ ഒട്ടേറെ ഘടകങ്ങളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ എപ്പിസോഡ്. ആരോഗ്യ മേഖലയിലേക്കുള്ള ഒരു അറിവ് നൽകൽ. ജന്മനാ ഉള്ള രോഗങ്ങൾ അത് വേറെ തരം തന്നെ രോഗങ്ങളാണ്. ഹൃദയത്തിൻ്റെ ഭിത്തികളിലും വാൽവിലും ഹൃദയത്തിന് വരുന്ന മേജർ രക്തധമനികളിൽ വരുന്ന ജന്മനാ ഉള്ള തകരാറുകളെയാണ് കൺജനൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. അത് കുട്ടിയുടെ അമ്മയുടെ വയറ്റിലിരിക്കുമ്പോൾ തന്നെ അതുണ്ടാവുന്നുണ്ട്. പലപ്പോഴും നമുക്ക് അമ്മയുടെ വയറ്റിലൂടെ എക്കോ എടുത്ത് കുട്ടിയുടെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരു അക്യൂർഡ് ഹാർട്ട് ഡിസീസാണ്. ഇതൊരു ജന്മനാ ഉള്ള ഹാർട്ട് ഡിസീസാണ്. അവർ തമ്മിൽ രണ്ടും ഡിഫറെൻ്റാണ്. ഇത് പ്രത്യേക നമ്മൾ ഒരു അടിസ്ഥാനപരമായി ഇതിന് കാരണമില്ല. അതൊരു മ്യൂട്ടേഷൻ കൊണ്ടോ അത് കൃത്യമായിട്ട് നമുക്കിപ്പോഴും അറിയത്തില്ല എന്തുകൊണ്ടാണ് ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ കുട്ടികളിൽ വരുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള കാരണം നമുക്കറിയത്തില്ല. പലപ്പോഴും അതൊരു മ്യൂട്ടേഷൻ എന്ന് പറയും, ജീനിലുള്ള തകരാറ് കൊണ്ട് വരുന്നതാണ്. പ്രവാസികളുടെ കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങാം. മുൻകാലങ്ങളിൽ ചെറിയ ചെറിയ അസുഖങ്ങളാണ് കുട്ടികൾക്ക് വരുന്നതെന്ന് പറയാറുണ്ട്. നമ്മൾ അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്നു. പനി, ജലദോഷം തുടങ്ങിയ അസുഖങ്ങൾ. എന്നാൽ കാലം മാറിയ കാലത്തിൽ അസുഖങ്ങൾ ഗുരുതരമായി എത്തുകയും ചെയ്തു. പുതിയ ആരോഗ്യ മേഖല പഠനപ്രകാരം കുട്ടികളിൽ ഹൃദ്രോഗം വർദ്ധിച്ചു വരുന്നതായി കണ്ടെത്തിയിരിക്കുന്നു. മുൻപൊക്കെ 60 വയസ്സ് കഴിഞ്ഞാൽ പിടികൂടുന്ന ഹൃദയാഘാതം കുട്ടികളിൽ വളരെ ഗൗരവമായ രീതിയിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികൾ ഉള്ളത് കേരളത്തിലാണ്. പ്രവാസികളിലും ഇത് തന്നെയാണ് അവസ്ഥ. മലയാളികളിൽ ഹൃദയ സംബന്ധമായ രോഗമുള്ളവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നതായി ആരോഗ്യ മേഖലയിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതൊരു ഭാഗം. എന്നാൽ കുട്ടികളിൽ ഹൃദ്രോഗ വർധന എന്നത് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമായി മാറുകയാണ്. മലയാളികൾക്ക് ഇൻ ജനറൽ ഒരു ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കിനുമുള്ള സാധ്യത കൂടുതലാണ്. ഇതൊരു ലൈഫ് സ്റ്റൈൽ അസുഖമായിട്ടാണ് പറയപ്പെടുന്നത്. ഈ ഹൃദയത്തിലും വരുന്ന ഈ രക്തധമനിയിൽ വരുന്ന ബ്ലോക്കുകൾ ആക്ച്വലി ചെറുപ്പത്തിലേ ഉണ്ട്. അപ്പം കുട്ടികളിൽ നല്ല ആക്ടിവിറ്റി, കളിക്കുക. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് മരം കയറാനും മാവിൽ കല്ലെറിയാനും ഒക്കെ പറ്റുമായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അതിനുള്ള സൗകര്യമില്ല. എല്ലാവരും ഫ്ലാറ്റുകൾ ജീവിക്കുന്നു. അവർക്ക് കൂട്ടുകാരില്ല, ഒരുമിച്ച് കളിക്കാനുള്ള അവസരമില്ല. ഇതൊക്കെയാണ് ഈ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നങ്ങൾ. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഈ കാർഡിയസ് തുടങ്ങുന്നതിന്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്ക് സ്കൂളിൽ ഒരു PT പീരീഡ് വീക്കിൽ ഒരു ദിവസമൊക്കെ ഉള്ളൂ. ഞാൻ പലപ്പോഴും എൻ്റെ കുട്ടികളുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ ഈ സമയത്ത് എന്താ ചെയ്യുന്നതെന്ന്. ഞങ്ങൾ ചുമ്മാ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈലിനകത്ത് എക്സസൈസ് എന്നുള്ളൊരു എലിമെൻറ്റ് വിദ്യാഭ്യാസം പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനസ്സിലാക്കുകയും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അത് ഉൾക്കൊള്ളുകയും ചെയ്താലേ നമ്മൾ ഭാവിയിൽ വരുന്ന ഈ തലമുറ ഹൃദ്രോഗത്തിൻ്റെ അടിമകളാകാതെ നോക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് പ്രവാസികളുടെ കുട്ടികളിൽ ഹൃദ്രോഗം വരുന്നതെന്ന ചോദ്യം ആരോഗ്യ മേഖലയിലുള്ള വിദഗ്ധർ പരിശോധിക്കുന്നത് ശാസ്ത്രീയമായ അന്വേഷണത്തിന് അടിസ്ഥാനത്തിലാണ്. അത് പ്രവാസി കുടുംബങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾ ആരോഗ്യത്തോടെ വളരണം എന്നത് പരമപ്രധാനമാണ്. 2 തരത്തിലുള്ള ഹൃദ്രോഗം കുട്ടികളിൽ കണ്ടുവരുന്നതായി കാർഡിയോളജിസ്റ്റുകൾ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ അപായ സാധ്യതകൾ ഒഴിവാക്കാം എന്നത് അതിലേറെ പ്രാധാന്യം അർഹിക്കുന്നു. ഭക്ഷണ രീതി, വീട്ടിലെ സൗകര്യങ്ങൾ, കുട്ടികൾ വളരുമ്പോൾ അതോടൊപ്പം വളർത്തേണ്ടുന്ന സാഹചര്യം, ഇതൊക്കെ നിർണായക ഘടകമാണ്. US പ്രസിഡന്റ് ബറാക് ഒബാമയുടെ ഭാര്യ മിഷേൽ ഒബാമ അമേരിക്കയിലെ സ്കൂളുകൾ സന്ദർശിച്ച് PT അഥവാ ഫിസിക്കൽ ട്രെയിനിങ് അനിവാര്യമാണെന്ന് ഉത്ബോധിപ്പിച്ചത് ശ്രദ്ധേയമാണ്.
ഹൃദയത്തിൽ ഈ രക്തധമനി, ഡോക്ടർ അനിൽകുമാർ പറഞ്ഞ പോലെ ഹൃദയത്തിൽ രക്തധമനികളിൽ ഈ കൊളസ്ട്രോൾ അടിയുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണം ചെറുപ്പത്തിലേ ഉണ്ട്. അയോട്ടയിലൊക്കെ അതിന് ഫാറ്റി സ്ട്രീക്ക് എന്നാണ് പറയുന്നത്. അത് അഡോളസൻ പീരീഡിൽ തന്നെ കണ്ടു തുടങ്ങുന്നുണ്ട്. അപ്പം ഇത് എല്ലാവർക്കും തന്നെ ഹാർട്ട് അറ്റാക്ക് ആവുന്നോ അല്ലെങ്കിൽ സ്ട്രോക്ക് വരുന്ന പോലെ വരണമെന്നില്ല. പക്ഷേ ഇതിൻ്റെ തുടക്കം ചെറുപ്പത്തിലേ ഉണ്ട്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അത് ചെറുപ്പത്തിലേ നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാവണം. നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ അച്ഛനമ്മമാർക്ക് എഡ്യൂക്കേഷനെ പറ്റി നല്ലൊരു കോൺസെപ്റ്റ് ഉണ്ട്. എൻ്റെ മക്കൾ പഠിക്കണം, നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറണം, നല്ല ഉദ്യോഗം കിട്ടണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എൻ്റർപ്രൈസ് തുടങ്ങണം. അതൊക്കെ വെരി ഗുഡ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നല്ല ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റിയിലുള്ള കോൺസെൻട്രേഷൻ അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. അത് സ്കൂൾ കരിക്കുലത്തിൽ ഇൻവോൾവ് ആയിരിക്കണം. എൻ്റെയൊക്കെ ഓർമ്മയിൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 3 ദിവസമെങ്കിലും 2 PT പീരീഡ് വീതം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ലല്ലോ. ഇപ്പോൾ സ്കൂളുകൾക്ക് പ്ലേ ഗ്രൗണ്ട് പോലും ഇല്ല. ഗ്യാസ് ട്രബിൾ, നെഞ്ചെരിച്ചൽ തുടങ്ങി നിസ്സാരവൽക്കരിക്കുന്ന ഒഴിവഴികൾ തൊട്ട് താൽക്കാലികമായി ഏതെങ്കിലും ഫാർമസിയിൽ നിന്നും ആസ്പിരിൻ ഗുളിക വാങ്ങിക്കഴിക്കുക എന്ന പ്രതിവിധി വരെയുള്ള എളുപ്പവഴി കുട്ടികളിലും വലിയവരിലും പ്രാവർത്തികമാക്കുകയാണ് പതിവ് പ്രവാസികൾ. എന്നാൽ ഹൃദ്രോഗം വരാതെ എങ്ങനെ ജീവിക്കാം എന്നതിലേക്കാണ് ആധുനിക വൈദ്യശാസ്ത്രം ഓർമ്മിപ്പിക്കുന്നത്. അത് വളരെയേറെ പ്രയാസകരമായ ദൗത്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ നാം എന്തുകൊണ്ടോ അത് അറിയാതെ പോകുന്നു. കുട്ടികളിൽ നിന്നും വലിയവരിലേക്ക് എത്തുമ്പോൾ ഗൾഫ് പ്രവാസികളിൽ മിക്കവരും തീരെ ലാഘവത്തോടെ ജീവിതത്തെ കാണുന്നവരാണ് എന്നതാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. എന്തുകൊണ്ടോ നാം വിമുഖരാണ് ആരോഗ്യ മേഖലയിലെ മുന്നറിയിപ്പുകൾക്ക്. ഹാർട്ടിലെ ഭിത്തിയിലെ ഹോളുകളോ അല്ലെങ്കിൽ വാൽവ് ചുരുങ്ങിയതോ അല്ലെങ്കിൽ വാൽവ് ലീക്ക് കൊണ്ടോ ഒക്കെയാണ് വരുന്നത്. ഇത്തരം കുട്ടികൾ ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പാൽ കുടിക്കാൻ ബുദ്ധിമുട്ടും, പാൽ കുടിക്കുമ്പോൾ കിതപ്പും, അല്ലെങ്കിൽ അവർ കരയുമ്പോൾ നീല നിറമൊക്കെ വരാം. ഇങ്ങനെ വരുന്ന കുട്ടികൾക്ക് നേരത്തെ കണ്ട് നമ്മൾ അസുഖം കണ്ടുപിടിച്ചില്ലെങ്കിൽ അവരിൽ അസുഖം കൂടുകയും അവർ വലിയൊരു ശതമാനം മരണപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് ജന്മന കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കുട്ടികൾ പീഡിയാട്രിഷ്യൻസും കുട്ടികൾക്ക് ചിലപ്പോൾ സൗണ്ട് കാണാം, അല്ലെ പാൽ കുടിക്കുമ്പോൾ കിതപ്പ് വരാം, അല്ലെ ഒരു ചെറിയ തല വിയർക്കാം. ഇതൊക്കെ ആദ്യ ലക്ഷണങ്ങളാണ്. ഇതൊക്കെ കണ്ടുപിടിച്ച് നമ്മളൊരു എക്കോകാർഡിയോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ കുട്ടികൾക്ക് അസുഖമുണ്ടെന്ന്. ഈ ജന്മനുള്ള ഹാർട്ട് ഡിസീസിനുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വൃത്തിക്ക് ചികിത്സിക്കാൻ പറ്റും. അത് നമുക്ക് ഒന്നീ സർജറി ചെയ്ത് ചികിത്സിക്കാം, അല്ലെ ഒരു 10-30% അസുഖങ്ങൾ നമ്മൾ സർജറി ഇല്ലാതെ ആൻജിയോപ്ലാസ്റ്റി പോലെ കാത്തലാബിൽ നമുക്ക് ആ ഹോളുകൾ അടയ്ക്കാനും വാൽവ് ചുരുക്കം നമുക്ക് തുറക്കാനും പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജന്മനായുള്ള ഹൃദ്രോഗങ്ങളുള്ള നമ്മൾ പ്രോപ്പറായിട്ട് ചികിത്സിച്ചാൽ അത് ടോട്ടലി മാറും. ഈ കുട്ടികൾ സാധാരണ കുട്ടികളെ പോലെ വളരുകയും സാധാരണ സ്കൂളിൽ പോവുകയും പിന്നെ ജീവിതകാലം മരുന്ന് കഴിക്കേണ്ട ആവശ്യവും ഇല്ല. കുട്ടികളെ കുട്ടികളായിട്ടല്ല പ്രവാസി കുടുംബങ്ങൾ വളർത്തുന്നത്. അവരെയും വലിയവരെയും ഒരേപോലെ വ്യായാമരഹിതമായ ജീവിതത്തിലേക്ക് കൊണ്ടിടുകയാണ്. മൊബൈൽ ഇല്ലാത്ത ചെറിയ കുട്ടികൾ പോലും ഗൾഫ് രാജ്യങ്ങളിലുണ്ടോ എന്നത് സംശയമാണ്. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ജ്വരം ബാധിച്ച ഒന്ന് എഴുന്നേൽക്കാൻ മണിക്കൂറുകൾ തന്നെ വേണ്ടിവരുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ആകെ എഴുന്നേൽക്കുന്നത് ഭക്ഷണം കഴിക്കാനാണ്. ഒബീസിറ്റി, തടിയന്മാരായ കുട്ടികൾ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ അതൊരു അലങ്കാരമായി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പൊണ്ണത്തടി, ഒബീസിറ്റി എന്നത് ലോകത്തിലെ ആരോഗ്യ മേഖല ഒന്നടങ്കം വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു അസുഖം തന്നെയാണ്. അതൊരു ശരീരഘടനയല്ല, അസുഖം തന്നെയാണെന്ന തിരിച്ചറിയൽ ചെറിയവരും വലിയവരും ശ്രദ്ധിക്കാറില്ല. കൊഴുപ്പ് കലർന്ന ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിലാണ് നമ്മുടെ കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരം. എന്നാൽ അത് വളരെയേറെ അപായകരവും ഹൃദ്രോഗത്തിന് കാരണമാക്കുകയും ചെയ്യുന്നു. ഹൃദ്രോഗങ്ങളും സ്ട്രോക്കുകൾക്കും ഒക്കെ നമ്മുടെ ഈ ഭക്ഷണ രീതി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. WHO റെക്കമെൻഡേഷൻ അനുസരിച്ച് കുട്ടികളിൽ ആവശ്യത്തിന് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 45 to 50 minutes പെർ ഡേ ഫോർ അറ്റ്ലീസ്റ്റ് 4 to 5 days എ വീക്ക് വേണം. അതുപോലെ തന്നെ കുട്ടികൾക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് വേണം. ഇപ്പോഴത്തെ നമ്മുടെ ഒരു കൾച്ചർ ഉണ്ടല്ലോ, കുട്ടികൾക്ക് ചീസ് മേടിച്ചു കൊടുക്കുക, ബർഗർ മേടിച്ചു കൊടുക്കുക. ഇവിടെ പലപ്പോഴും കുട്ടികളുടെ കൂടെ അച്ഛനമ്മമാർക്ക് ഇരിക്കാൻ സമയമില്ലാഞ്ഞിട്ടും ഒരുതരം ഒരു ഗിൽറ്റി ഫീലിംഗ് കാരണമാണ് നമുക്ക് പോയി എന്ന് പുറത്ത് കഴിക്കാം. ഫാസ്റ്റ് ഫുഡ് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് കുട്ടികൾക്ക് നല്ലതല്ല. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ്, അമ്മമാരുണ്ടാക്കുന്ന പഴയ ഭക്ഷണമൊക്കെ ഇല്ലേ, അതൊക്കെ തന്നെയാണ് കുട്ടികൾക്ക് ഏറ്റവും നല്ലതും. അതൊരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ ആയിരിക്കണം.
അതിനകത്തൊരു എനർജിയുടെ ഒരു 40% കാർബോഹൈഡ്രേറ്റ്, ഒരു 20-25% പ്രോട്ടീൻ, ബാക്കി ഫാറ്റായിട്ട് വേണം കുട്ടികൾക്ക് കിട്ടാൻ. അതിന് കൂടെ തന്നെ ആവശ്യമായ പോഷകമായ വൈറ്റമിൻസും മിനറൽസും എല്ലാം തന്നെ വേണം. ഒരു പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് കുട്ടികളിൽ ഉണ്ടാവണമെങ്കിൽ. ഗൾഫ് ഫോക്കസിൻ്റെ ഈ എപ്പിസോഡിൽ ഹൃദ്രോഗം സംബന്ധിച്ച വിശകലനം ഞങ്ങൾ അവതരിപ്പിച്ചത് കുട്ടികളിൽ ഹൃദ്രോഗം വ്യാപകമാകുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഒരു തലമുറയുടെ പ്രതിനിധികളാണ് കുട്ടികൾ. അവർ ആരോഗ്യത്തോടെ വളരേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യത തന്നെയാണ്. ഒപ്പം ഗൾഫ് പ്രവാസികൾ ചെറുതും വലുതുമായ ജൈവ പച്ചക്കറിത്തോട്ടം സൃഷ്ടിച്ച് ഭക്ഷണക്രമത്തിൽ മാരകമായ രോഗം വരുത്തുന്ന ഘടകങ്ങൾ ഓരോന്നായി ഒഴിവാക്കണമെന്നതും സ്വയം പരിശോധനയ്ക്ക് എടുക്കേണ്ടതുണ്ട്. പ്രവാസിയായ എഴുത്തുകാരനാണ് എം മുകുന്ദൻ. മയ്യഴി സ്വദേശിയായ മുകുന്ദൻ 4 ദശാബ്ദക്കാലം ഡൽഹിയിലായിരുന്നു. ഡൽഹി പ്രവാസത്തോടൊപ്പം ഫ്രാൻസിലും അമേരിക്കയിലുമായി ഔദ്യോഗികവും വ്യക്തിപരവുമായ എത്രയോ യാത്രകൾ, ജീവിതങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രവാസികളെക്കുറിച്ച്, പ്രവാസ എഴുത്തിനെ സംബന്ധിച്ച് എം മുകുന്ദന് ആധികാരികമായി തന്നെ പറയാനാകുന്നു. മലയാളത്തിലെ വ്യത്യസ്തരായ എഴുത്തുകാരനാണ് എം മുകുന്ദൻ. സഞ്ചാര സാഹിത്യകാരനായ എസ് കെ പൊറ്റക്കാടിനെയും പ്രവാസ ജീവിതത്തെ ക്രിയാത്മകമായി സമീപിച്ച ബഷീറിനെയും മനസ്സിലേറ്റുന്ന ആധുനിക എഴുത്തുകാരനായ എം മുകുന്ദൻ്റെ ബഹ്റൈൻ യാത്രയിലെ വിശേഷങ്ങളാണിത്. പ്രായത്തെ മറികടക്കുന്ന യാത്രകൾ, സ്മരണകൾ, വിലയിരുത്തലുകൾ. ബഹ്റൈൻ കൈരളിറ്റിയും എം മുകുന്ദനോടൊപ്പം നടത്തിയ യാത്രകളുടെ വിശേഷങ്ങളിലേക്ക്. ഈ ബഹ്റൈൻ്റെ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, അതിൻ്റെ ഒരു തനിമയുണ്ടല്ലോ, അത് നിലനിർത്തുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ ഗൾഫ് നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു മേഖലയാണ്. പക്ഷേ എത്ര പേര് ഇവിടെ ഗൾഫിൽ വന്നിട്ടുണ്ട്? ഗൾഫിൽ വരാത്ത എത്രയോ ആളുകൾ, എത്ര കോടിക്കണക്കിന് ആളുകളുണ്ട്. അവർക്ക് പിന്നെ ഗൾഫ് ജീവിതത്തെക്കുറിച്ച് അറിയണം. അതിനുള്ളൊരു വഴി നമ്മൾ പറഞ്ഞ ഈ നോവലും കഥകളുമാണ്. അപ്പോൾ നേരിട്ട് നമുക്ക് പോകാൻ കഴിയാത്ത ഒരു സ്ഥലത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഫിക്ഷനിൽ കൂടിയാണ്, ഈ നോവലിൽ കൂടിയും കഥകളിൽ കൂടിയാണ്. ഒരിക്കലും ഒരു അറബിയും മലയാളിയെ ചതിച്ചിട്ടില്ല എന്നുള്ളതാണ്. വെറും ഒരു വിശ്വാസത്തിൻ്റെ മുകളിലാണ് ഈ വലിയൊരു സാമ്രാജ്യം മലയാളികൾ ഗൾഫിൽ കെട്ടിപ്പടുത്തിട്ടുള്ളത്. മയ്യഴിയിൽ നിന്നും ഡൽഹിയിലേക്ക് തൻ്റെ ജീവിതം പറിച്ചു നട്ടില്ലായിരുന്നുവെങ്കിൽ തൻ്റെ എഴുത്തിൻ്റെ ലോകം ചുരുങ്ങിപ്പോകുമായിരുന്നുവെന്ന് എം മുകുന്ദൻ പറയുന്നു. പ്രവാസം എഴുത്തിൻ്റെ ശക്തിയാണ്. പ്രവാസം എഴുത്തിൽ ശക്തി പകരുന്ന വലിയ ഘടകം തന്നെയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. മറ്റു ജീവിതങ്ങളെ നോക്കിക്കാണാൻ മാത്രമല്ല, സ്വയം ജീവിതം മാറ്റി നോക്കാനും പ്രേരകമാകുന്നു പ്രവാസ ജീവിതമെന്ന് എം മുകുന്ദൻ വ്യക്തമാക്കുന്നു. സ്വന്തം നാട്ടിൽ നിന്നും മാറി ജീവിക്കുമ്പോൾ സ്വന്തം നാടിനെ ഏറെ സ്നേഹിക്കാൻ കഴിയും എന്നത് ഒരു ഗൃഹാതുരത്വ ഓർമ്മയാണ്. ഓർമ്മകൾ, ഓർമ്മ തെറ്റുകൾ, ഓർമ്മ പിശകുകൾ എല്ലാം നാട്ടിൽ നിന്നും മാറി നിൽക്കുമ്പോഴാണ് ഓടി എത്തുക എന്ന് എം മുകുന്ദൻ പറയുന്നു. കേരളം വിട്ട് ഗൾഫിലെത്തുന്നതോടെ മലയാളി അച്ചടക്കമുള്ളവരാണ്. അങ്ങനെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 മലയാളി ഉണ്ട്. കേരളത്തിൽ ജീവിക്കുന്ന മലയാളി, ഒന്ന് കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന പ്രവാസി മലയാളി. 2 തരത്തിലുള്ള മലയാളികളുണ്ട്. തീഷ്ണമായ യൗവന കാലഘട്ടത്തിൽ നിന്നും വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ പൊതുവെ ആശങ്കയും ഏകാന്ത ദുഃഖവുമാണ് ഉണ്ടാവുക. എന്നാൽ ശുഭാപ്തി വിശ്വാസിയായ എം മുകുന്ദൻ അങ്ങനെയല്ല ജീവിതത്തെ കാണുന്നത്. വാർദ്ധക്യവും മരണവും സംബന്ധിച്ച എം മുകുന്ദൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. വാർദ്ധക്യത്തെ ആശങ്കയോടെയോ മരണത്തെ ഭയത്തോടു കൂടിയോ കാണാത്ത എം മുകുന്ദൻ്റെ ഈ വാക്കുകൾ ഏറെ കൗതുകം സൃഷ്ടിക്കുമെന്ന് കരുതുന്നു. അല്ല, മരണത്തെക്കുറിച്ച് ഇപ്പം എനിക്ക് ഭയമില്ല. ചെറുപ്പകാലത്തായിരുന്നു ഭയം. ഞാൻ പിന്നെ എൻ്റെ ചെറുപ്പകാലത്ത് എന്തുകൊണ്ട് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, ഒരു 10-30 വയസ്സിൽ മരിച്ചു എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. ഞാനത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എഴുതിയിട്ടൊക്കെയുണ്ട്. 30 വയസ്സിനപ്പുറം ജീവിക്കില്ല എന്നുള്ള ഒരു തോന്നൽ. ഇപ്പോൾ മയ്യഴിപ്പുഴ തീരങ്ങൾ തിരക്കിട്ട് എഴുതി അതുകൊണ്ടാണ്. 30 വയസ്സിൽ മരിച്ചു പോകണമെങ്കിൽ പിന്നെ അതിനു മുമ്പ് ഇത് എഴുതാതെ മരിച്ചു പോയിരുന്നെങ്കിൽ അത് പിന്നെ പരലോകത്തിലുണ്ടല്ലോ, സ്വസ്ഥത കിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ അത് ആ നോവല് തിരക്കിട്ട്. അടുത്തത് ആർട്ട് ഫോക്കസ്. ആർട്ട് ഫോക്കസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ കലാപ്രതിഭകളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക സെഗ്മെന്റാണ് ആർട്ട് ഫോക്കസ്. ആർട്ട് ഫോക്കസിൽ ഇന്നത്തെ അതിഥി ഒരു മികച്ച ഗായികയാണ്. എറണാകുളം തൃപ്പൂണിത്തുറ സ്വദേശി പ്രവത. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി UAE കലാരംഗത്ത് നിറസാന്നിധ്യമാണ് പ്രവത. സ്വാഗതം പ്രവത ആർട്ട് ഫോക്കസിലേക്ക്. നമസ്കാരം. മികച്ച ഗായിക എന്ന രീതിയിൽ അറിയപ്പെടുന്ന ആളാണ് പ്രവത. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ ശാസ്ത്രീയ സംഗീതത്തിലൊക്കെ നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് സംഗീതത്തിൻ്റെ മേഖലയിലേക്ക് പ്രവത എത്തിപ്പെടുന്നത്?
സംഗീതം എന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ടേ ഒരു എല്ലാ പാട്ടുകളോടും പാട്ട് കേൾക്കാനും ഒക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ ഓരോന്ന് പാട്ടിങ്ങനെ മൂളിക്കൊണ്ട് നടക്കുമ്പോൾ ഞാൻ അബുദാബിയിലാണ് വളർന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയ്ക്കും തോന്നി ഒരു ടാലൻ്റ് ഉണ്ടെന്ന് തോന്നി. അപ്പോൾ അത് കണക്കാക്കി എൻ്റെ പേരൻസ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നാട്ടിലേക്ക് സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കാമെന്ന് പറഞ്ഞിട്ട് തൃപ്പൂണിത്തുറ ഞങ്ങളുടെ സ്ഥലമാണ്, ഞാൻ തൃപ്പൂണിത്തുറയാണ്. അപ്പോൾ തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫേമസ് ഫോർ ശരിക്കും പറയുകയാണെങ്കിൽ സംഗീതവും ഒക്കെ വളരെ റിച്ചായൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ചെന്ന് അവിടുത്തെ സ്കൂളിൽ നെയ്യാറ്റിൻകര സാറിൻ്റെ ശിഷ്യനുണ്ടായിരുന്നു പത്മകുമാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സാറ് കണ്ടപ്പോൾ സാറ് പറഞ്ഞു അടുത്ത ദിവസം തൊട്ട് ക്ലാസിക്കൽ പഠിക്കാൻ വേണ്ടി വന്നിരുന്നുള്ളൂ. അപ്പോൾ പേരൻസിനോട് പോലും ചോദിക്കുന്നതിന് മുമ്പ് സാറ് ഡിസൈഡ് ചെയ്തു ഉണ്ട് പാടാനുള്ളൊരിതുണ്ട് എന്ന് പറഞ്ഞിട്ട് സാറ് നേരെ വിളിച്ച് പാട്ട് തുടങ്ങുമായിരുന്നു. അപ്പോൾ അങ്ങനെ തുടങ്ങി. പിന്നെ സാറാണ് തുടക്കത്തിൽ എൻ്റെ ഗുരു. അങ്ങനെ ശാസ്ത്രീയ സംഗീതം തുടങ്ങി. പിന്നെ നെയ്യാറ്റിൻകര സാറ്. പിന്നെ അങ്ങനെ കുറേ കൊല്ലം, ഒരു 12 കൊല്ലത്തോളം ശാസ്ത്രീയ സംഗീതം പഠിച്ചു. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ നേരത്തെ പഠിച്ചത് ശാസ്ത്രീയ സംഗീതമാണെങ്കിൽ ഞാനിപ്പോൾ ദുബായിൽ തിരിച്ച് വന്നിട്ടൊരു 14 കൊല്ലമായി. അപ്പോൾ വന്നിട്ട് ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തത് ഹിന്ദുസ്ഥാനി. അപ്പോൾ ഹിന്ദുസ്ഥാനി പഠിച്ചുകൊണ്ടിരിക്കുന്നു ശിവ സാറിൻ്റെ അടുത്ത്. ഇവിടെ വന്നപ്പോഴേ UAE വന്നപ്പോഴേ ഇത്തരം ഇതിനൊക്കെ അവസരം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടോ? സത്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ കുറവായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു സ്റ്റേജ് ഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ തന്നെ വളരെ റെയറായിരുന്നു, അപൂർവമായിരുന്നു. പക്ഷേ തിരിച്ച് ഞാൻ വന്നു എന്ന് പറഞ്ഞില്ലേ, തിരിച്ച് വന്ന് ഞാൻ ഇപ്പോൾ കാണുന്നത് കുട്ടികൾക്ക് കുറേയും കൂടി നമ്മുടെ നാട്ടിലെ പോലെ കുറേ ഓർഗനൈസേഷൻസ് ഉണ്ട്, കോമ്പറ്റീഷൻസ് ഉണ്ട്, ദല എന്നൊക്കെ പറഞ്ഞ് കുറേ യങ് ടാലൻസിനെ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ പേരൻസിനെ സമാധാനിക്കുക, ഇപ്പോഴത്തെ കുട്ടികൾക്ക് വളരെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റ് അങ്ങനെ നോക്കുകയാണെങ്കിൽ. ഇപ്പം നാട്ടിലാവുമ്പോഴാണ് ഇത്തരം ടാലൻ്റ് ഉള്ള ആളുകൾക്ക് സിനിമയിലോ ആൽബത്തിലോ ഒക്കെ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ പ്രവാസ ലോകത്താവുമ്പോൾ അത്ര അവസരം കിട്ടുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ വെച്ച് അങ്ങനെ ഒരു റെക്കോർഡിങ് അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അങ്ങനെ സ്റ്റുഡിയോസ് നാട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംമാതിരി എന്താ പറയുക എല്ലാം നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നാടാണ്. ഇപ്പോഴും മീഡിയ എന്ന് പറയുമ്പോൾ എല്ലാം കുറേയും കൂടി നടക്കുന്ന ആക്റ്റീവ് നാട്ടിലാണ്. അപ്പോൾ ഇവിടെ ഇല്ലയെന്ന് പറയുന്നില്ല, പക്ഷേ യു ഹാവ് ടു കീപ് ട്രാവലിംഗ്. എന്തെങ്കിലും വരികയാണെങ്കിൽ അവിടെ പോകണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കെഡ്യൂളൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും, അത്രയേ ഉള്ളൂ. വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മോകം തളരും തനുവോട് ഇടറും മനമോട് വിടവാങ്ങുന്ന സന്ധ്യേ വിരഹാർദ്രയായ സന്ധ്യേ ഇന്നാരോ വിരൽ മീട്ടി മനസ്സിൻ കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ടായിട്ട് UAE കലാരംഗത്ത് സജീവ സാന്നിധ്യമാണ് പ്രവത. ഈ പുതിയ കുറേ ആളുകൾ വരുന്നുണ്ട്, കുട്ടികൾ ഒക്കെ വരുന്നത്. അവരോട് എന്താ പറയാനുള്ളത്? പറയാനുള്ളത് വേറൊന്നുമല്ല. എനിക്ക് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് എപ്പോഴും പറയും, സാർ എപ്പോഴും പറയണത് എന്താണെന്ന് വെച്ചാൽ സാർ ഇപ്പോഴും ഇത്ര വയസ്സിലും ഒരു കുട്ടിയാണ്, ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് പറയും. എനിക്ക് അത് തന്നെ പറയാനുള്ളൂ. നമ്മളൊന്നും സാറ് സ്റ്റുഡൻ്റ് ആണെന്ന് പറയുമ്പോൾ നമ്മളൊന്നും കണക്കിലേ പെടുന്നില്ല. അപ്പോൾ ഇനിയുള്ള കുട്ടികളോടും എനിക്ക് അത് തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സാറിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയൊരു സാറിനെ പോലെ ആർക്കും ആവാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല, ഇനിയൊരു ഗായകനോ ഗായികയ്ക്കോ ഒരു വളർച്ച ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് പാട്ടുകൾ പാടി അങ്ങനെ ഫെയ്ഡായി പോകാൻ പറ്റും. പക്ഷെ ഇതേപോലെ നിലനിൽക്കണമെങ്കിൽ ഇന്നും അതേ ശബ്ദത്തിൽ അതേ ലൈം ലൈറ്റിൽ നിലനിൽക്കാൻ പറ്റണമെങ്കിൽ പ്രാക്ടീസും ആ ഡെഡിക്കേഷൻ, അതാണ് വാക്ക്. കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ടായി UAE കലാരംഗത്ത് നിറസാന്നിധ്യമാണ് അനുഗ്രഹീതയായ ഗായികയായ പ്രവത. പ്രവതയ്ക്ക് ആർട്ട് ഫോക്സിന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഗൾഫ് രാജ്യങ്ങളിലെ സ്പോൺസർമാരുടെ പേരിൽ ചില മലയാളി ഉടമകൾ മലയാളികളായ തൊഴിലാളികളോട് ചെയ്യുന്ന അനീതി ഞങ്ങൾക്ക് പരാതികളായി ലഭിക്കാറുണ്ട്. ഇപ്പോൾ ഒരു പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിശകലനം. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടത്തിയിരുന്ന കോൺസൽ ലേബർ P. മോഹൻ പരാതിക്കാരിയായ ഒരു യുവതിയുടെ വിഷമങ്ങളും അവർ നേരിടുന്ന വിഷമതകളും നേരിട്ടറിഞ്ഞ് അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ P. മോഹൻ കോൺസുലേറ്റിൽ നിന്നും വിരമിച്ച ശേഷം ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കാൻ മലയാളിയായ കമ്പനി ഉടമ തയ്യാറായില്ല. 2 വർഷത്തെ വിസയിൽ ചെറിയ കുട്ടിയുമായി ദുബൈയിലെത്തിയ യുവതി ഗ്രാഫിക് ഡിസൈനറായിരുന്നു. വീട് ജപ്തി,
ഭർത്താവ് കുറി നടത്തി പൊളിഞ്ഞു തുടങ്ങി ഗത്യന്തരമില്ലാതെ ദുബായിലെത്തിയ യുവതിയിൽ നിന്നും പല തവണയായി 45,000 ദർഹം ഇയാൾ ഭീഷണിപ്പെടുത്തി വസൂലാക്കി എന്നും പരാതിയുണ്ട്. വിസ കാലാവധി കഴിഞ്ഞിട്ടും പാസ്പോർട്ട് തിരിച്ചു കൊടുക്കാത്ത ഈ മലയാളിയെ സംബന്ധിച്ച് കേരള ഗവൺമെൻറ്റിൻ്റെ നോർക്കയിലും മറ്റും പരാതി എത്തിയിട്ടുണ്ട്. കോൺസുലേറ്റിലേക്കും പരാതി എത്തിക്കഴിഞ്ഞു. ഗൾഫ് ഫോക്കസ് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.